എം.ആർ. അജിത് കുമാർ, പി. ശശി എന്നിവർക്കെതിരായ ഹർജിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടി വിജിലൻസ്. റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. മെയ് 6 കോടതി കേസ് വീണ്ടും പരിഗണിക്കും. റിനു, ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് സമയം തേടിയത് എന്തുകൊണ്ടാണ്? സ്മൃതി, നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് നാഗരാജുവാണ് പി. ശശിക്കെതിരെയും അതുപോലെ തന്നെ എം.ആർ. അജിത് കുമാറിനെതിരെയും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. നിരവധി തവണ ഈ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഡിസംബർ 1 തീയതി പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൽ നിലവിൽ സർക്കാർ തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മറ്റൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു ഈ വിജിലൻസ് ഡയറക്ടർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് കഴിയില്ല, കൃത്യമായി തന്നെ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് വിജിലൻസ് കോടതി ഇന്ന് മാർച്ച് 25 അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളൊരു ആവശ്യവും കോടതി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചില്ല. 45 ദിവസം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായി അന്വേഷണം നടക്കുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ എത്തി അറിയിച്ചത്. അതിനെ തുടർന്നാണ് മെയ് 6 അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി കോടതി നൽകിയത്.